ഇന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം, അതിൻ്റെ 28 മുതൽ 36 വരെയും ഉള്ള വേദഭാഗമാണ്. The Gospel according to Saint Luke, chapter 9, verses beginning from 28 through 36. അതിൻ്റെ ഏതാനും ചില വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ചുകൊള്ളട്ടെ. വാക്യം 34-ഉം 35-ഉം. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിൽ ആയപ്പോൾ പേടിച്ചു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദം ഉണ്ടായി. പ്രാർത്ഥിക്കും. വചനത്തിലൂടെ ഞങ്ങളെ ബലപ്പെടുത്തുന്ന, ഞങ്ങളെ സ്വാന്തനിപ്പിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപരമ പിതാവേ, വീണ്ടും തിരുവചനത്തിന് മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ നിന്റെ സ്നേഹം മനസ്സിലാക്കുവാൻ തക്കൊണ്ട് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നിന്റെ സ്നേഹം മനസ്സിലാക്കി ഈ ലോകത്തിൽ ആ സ്നേഹം വിതറുവാൻ തക്കോണം ബലഹീനരായ ഞങ്ങളെ ബലപ്പെടുത്തുമല്ലോ. നിന്റെ പുത്രനിലൂടെ നീ ഞങ്ങൾക്ക് വെളിവാക്കി തന്ന സത്യങ്ങൾക്കായി സ്തോത്രം. അത് മനസ്സിലാക്കുവാനുള്ള കൃപ നീ നൽകണേ. ബലഹീനരാകുന്ന ബലപ്പെടുത്തുമല്ലോ. എല്ലാം യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ഇന്ന് സഭയായി ചിന്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ചിന്താവിഷയം, മിഷൻ സൺഡേ, ദ ഫീസ്റ്റ് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, ഗ്ലോറിഫിക്കേഷൻ ഓഫ് മെസ്സായ ത്രൂ ഡെത്ത്. മറുരൂപ പെരുന്നാൾ, മശിഹായുടെ തേജസ്കരണം മരണത്തിലൂടെ. മാർത്തോമാ സഭ വളരെ ആഴത്തിൽ വിശ്വസിക്കുന്ന ഒരു സത്യമാണ് ദൈവത്തിൻ്റെ ദൗത്യം, മിഷൻ ഓഫ് ഗോഡ്. ഇതാണ് ഞാൻ ആദ്യം തന്നെ കുഞ്ഞുങ്ങളോട് പറഞ്ഞത്. യു നോട്ട് ജസ്റ്റ് പ്രൊക്ലെയിമിംഗ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് യുവർ ലോർഡ്, ബട്ട് യു ആർ ഓൺ എ ജേർണി. ഒരു ദൗത്യമാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത്. എവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും ഇന്ന് ഈ മിഷൻ സൺഡേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എന്താകുന്നു ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് തിരിച്ചറിയുവാൻ നമ്മൾക്ക് സാധിക്കണം. നമ്മളുടെ മാർത്തോമാ സഭയിൽ ഉൾപ്പെടുന്ന എത്രയോ മിഷൻ ഫീൽഡുകൾ, അവിടെ ശുശ്രൂഷ ചെയ്യുന്ന മിഷണറി അച്ഛന്മാർ, അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഇവാഞ്ചലിസ്റ്റുമാർ, അതിന് നേതൃത്വം നൽകുന്ന അഭിവന്യ തിരുമേനിമാർ, അവിടുത്തെ ജനസമൂഹം, ഇവരെയൊക്കെ ഓർക്കുവാനും ഇവരുടെ ഇടയിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ എന്താണെന്നൊക്കെ തിരിച്ചറിയുവാൻ നമ്മൾക്ക് സാധിക്കണം. നിക്കോസ് കസാൻസാക്കിസ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ എഴുത്തുകാരൻ്റെ ഒരു നോവലാണ് ക്രൈസ്റ്റ് റീക്രൂസിഫൈഡ്. ക്രൈസ്റ്റ് റീക്രൂസിഫൈഡ്. അവസരം കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിക്കണം. അതിനകത്ത് മനോലിയോസ് എന്ന് പറയുന്ന ഒരു ആട്ടിടയൻ്റെ ജീവിതാനുഭവമാണ്. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു അനുഭവമാണ്. ഓട്ടോമൻ റൂൾ നടക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ പാഷൻ പ്ലേ എല്ലാ വർഷവും നടത്താറുണ്ട്. ആ വർഷം മനോലിയോസിനാണ് അവിടെ ക്രിസ്തുവിൻ്റെ റോള് പ്ലേ ചെയ്യാനുള്ള അവസരം ലഭിച്ചത്. ഹി വാസ് എ വെരി നോർമൽ കിഡ് ഡൂയിങ് നോർമൽ തിങ്സ്. പക്ഷേ ഈ ഒരു റോൾ ഏറ്റെടുത്തതിനപ്പുറം ഹിസ് ലൈഫ് ചേഞ്ച്ഡ്. അവരുടെ നാട്ടിലേക്ക് കുടിയേറി പാർക്കുന്നതായ ചില പലായനം ചെയ്തു വരുന്ന റെഫ്യൂജീസിനെ, അവരുടെ ജീവിതത്തെ ഇവൻ കാണുകയും അവർക്ക് വേണ്ടി നിലകൊള്ളുന്നതുമായ ഒരു കഥയാണ്. അവസാനം മനോലിയോസ് ഇസ് ഗിവിംഗ് ഹിസ് ലൈഫ് ഫോർ ദിസ് കോസ്. ഒന്നുമല്ലായിരുന്ന ആ പയ്യൻ, ഹിസ് ലൈഫ് ഇസ് ഷിഫ്റ്റിംഗ് ടു എ ന്യൂ ആക്സിസ്. പുതിയൊരു അനുഭവത്തിലേക്ക് പോവുകയാണ്. അവൻ്റെ ജീവൻ തന്നെ നൽകുന്നതായ, അതാണ് ഈ കഥയുടെ അവസാനം. ഹീസ് ഗിവിംഗ് ഹിസ് ലൈഫ് വെരി സിമിലർ ടു ക്രൈസ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് നിക്കോസ് കസാൻസാക്കിസ് ഇതിന് ക്രൈസ്റ്റ് റീക്രൂസിഫൈഡ് എന്നുള്ള ഒരു പേര് കൊടുത്തിരിക്കുന്നത്. ഇന്ന് മറുരൂപ പെരുന്നാളായി മാർത്തോമാ സഭ കൊണ്ടാടുകയാണ്. ദ ഫീസ്റ്റ് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. ക്രൈസ്റ്റ് ഇവന്റ് എന്ന് പറയുന്നതായ ക്രിസ്തുവിൻ്റെ ജഡാവതാരം തൊട്ട് ദി ഇവന്റ് ഓഫ് ഹിം കമ്മിങ് ബാക്ക്, കുറെ ഇവന്റ്സ് ക്രൈസ്റ്റ് ഇവന്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതിനകത്തെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇവന്റ് ആണ് ട്രാൻസ്ഫിഗറേഷൻ, മറുരൂപ അനുഭവം എന്ന് പറയുന്നത്. ലാറ്റിൻ പദമായ ട്രാൻസ് ആൻഡ് ഫിഗറ എന്ന് പറയുന്ന രണ്ട് വാക്കുകളിൽ നിന്നുമാണ്. ട്രാൻസ് എന്ന് വെച്ചാൽ അക്രോസ്, ഫിഗറ എന്ന് പറയുന്നത് ഷേപ്പ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു പുതിയ ഒരു അനുഭവമാണ് ഇവിടെ വെളിപ്പെടുന്നത് തൻ്റെ ശിഷ്യന്മാർക്ക്. ഇന്നർ സർക്കിളായ 3 ശിഷ്യന്മാരാണ് കൂടെ പോകുന്നത്. ആരൊക്കെയാന്ന് പറയാൻ പറ്റുമോ? പീറ്റർ, ജെയിംസ് ആൻഡ് ജോൺ. അവരൊരുമിച്ച് പോവുകയാണ്. അവിടെ മലമുകളിൽ ഉണ്ടാകുന്നതായ ഒരു അനുഭവം നമ്മൾ ഇന്ന് വായിച്ചു കേട്ടു. അത് ഞാൻ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല.
ട്രാൻസ്ഫിഗറേഷൻ എന്ന് പറയുമ്പോൾ, മറുരൂപം എന്ന് പറയുമ്പോൾ, ആ അനുഭവം എന്ന് എന്താണ് നമ്മളോട് സൂചിപ്പിക്കുന്നത്? ഇസ് ഇറ്റ് ജസ്റ്റ് ജീസസ് ഡിവിനിറ്റി ബീങ് റിവീൽഡ്? യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെടുന്ന ഒരു നിമിഷം മാത്രമാണോ മറുരൂപം എന്ന് പറയുന്നത്? ആ ജീസസ് ഇസ് ലോർഡ്, ഗോഡ് ആൻഡ് സേവിയർ. അത് തന്റെ ശിഷ്യന്മാർക്ക് വ്യക്തമായി വെളിപ്പെടുന്ന ഒരു അനുഭവം തന്നെയാണ് മറുരൂപം. എന്നാൽ അത് മാത്രമല്ല, ഇവിടെ N.T. റൈറ്റ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ പറയുന്ന ഒരു വാചകമുണ്ട്. അദ്ദേഹം പറയുന്നു, ദൈവത്തിന്റെ സ്ഥലം നമ്മുടെ സ്ഥലമായി തീരുന്ന ഒരു നിമിഷം, അല്ലെ? ഗോഡ് ഇസ് ബീങ് പ്രസന്റ് അറ്റ് ദാറ്റ് പ്ലേസ്, അറ്റ് ദാറ്റ് മൗണ്ടൻ. ദൈവത്തിന്റെ സമയം നമ്മുടെ സമയമായി തീരുന്ന ഒരു നിമിഷം. ഗോഡ്സ് ടൈം ബിക്കമിങ് ആർ ടൈം. ഒന്ന്, ഗോഡ്സ് ന്യൂ ക്രിയേഷൻ ബിക്കമിങ് ആർ ന്യൂ ക്രിയേഷൻ. അതുകൊണ്ട് ദൈവത്തിന്റെ അനുഭവങ്ങളും നമ്മുടെ അനുഭവങ്ങളും കൂടിച്ചേരുന്ന ഒരു നിമിഷവും കൂടാണ് മറുരൂപ അനുഭവം എന്ന് പറയുന്നത്. ഇന്ന് മിഷൻ സൺഡേ ആണല്ലോ. എന്താകുന്നു ദൈവത്തിന്റെ ദൗത്യം? വാട്ട് ഈസ് മിസ്സിയോ ഡേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 3 ചെറിയ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ രാവിലെ. ഒന്ന്, ആ മിഷൻ ഇസ് ടു റിവീൽ ദ ഡിവൈൻ. ദൈവത്തെ വെളിപ്പെടുത്തുക ആണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. ദൈവം നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു, അല്ലെ? ഇന്ന് നിങ്ങൾ ഈ വിശുദ്ധ കുർബാനയിൽ അപ്പവീഞ്ഞുകൾ കൈക്കൊള്ളുമ്പോൾ, ദൈവത്തിന്റെ തിരുശരീരവും തിരുരക്തവും കൈക്കൊള്ളുമ്പോൾ, when you receive the holy body and blood of Jesus Christ, what is being revealed to you? Jesus is being revealed to you. The Father, Son and Holy Spirit is being revealed to you. നമ്മൾ ഓരോരുത്തരോടും റിവീൽ ചെയ്യപ്പെടുന്ന വലിയൊരു സത്യമാണ് ദൈവാനുഭവം എന്ന് പറയാം. അത് ഈ ലോകത്തോട് നമ്മൾക്ക് നൽകുവാൻ സാധിക്കുന്നത്, അത് വെളിപ്പെടുത്തുവാൻ സാധിക്കുന്നത് ആണ് നമ്മുടെ ഒരു വലിയ ദൗത്യം. He revealed himself through Moses by giving him the law. ന്യായപ്രമാണങ്ങൾ നൽകുന്നതിലൂടെ ദൈവം മോശയോട് തന്റെ ജനത്തോടും വെളിപ്പെടുകയാണ്. ഏലിയാവിന്റെ അനുഭവം വരുമ്പോൾ പ്രവാചകരിലൂടെ ദൈവം തന്റെ ജനത്തോട് തന്റെ അനുഭവങ്ങൾ, തന്റെ സത്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അവിടെ നിന്നും വ്യതിചലിക്കുന്ന ജനത്തോട് പറയുകയാണ്, തിരിച്ചു മടങ്ങി വരിക. ഗോഡ്സ് കോസ് ഇസ് ഓൾവേസ് ടു ബ്രിങ് യു ബാക്ക്. ഇന്ന് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മൾ ആരെങ്കിലും ദൈവത്തിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ദൈവം നമ്മളോട് പറയുകയാണ് ടു കം ബാക്ക്. ദാറ്റ് ഇസ് ദ മെസ്സേജ് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. ഏതെങ്കിലും അനുഭവത്തിൽ നമ്മൾ ദൈവത്തിൽ നിന്നും ഇച്ചിരിയെങ്കിലും വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം പറയുകയാണ് മടങ്ങി വരിക. കാരണം നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വളരെ വലുതാണ്. ടു പ്രൊക്ലെയിം, ടു റിവീൽ ഗോഡ് ടു ദിസ് വേൾഡ്. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ആ നോവലിനെ കുറിച്ചല്ല, എനിക്ക് ആ ടൈറ്റിൽ ഭയങ്കര ഇഷ്ടമാണ്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു സത്യം, മൈ ഗോഡ് ഇസ് സോ ബിഗ് that I can see him in the smallest of things. അല്ലേ? നമ്മുടെ ദൈവം ഒത്തിരി വലുതാണ്, പക്ഷെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കും. മദർ തെരേസ പറഞ്ഞു, I see the face of God in all those who I serve. ഏറ്റവും ചെറിയവനിൽ ഞാൻ ദൈവത്തിന്റെ മുഖം കാണുന്നു. That is helping me serve. അതുകൊണ്ട് ഇന്ന് നമ്മളോട് തന്നെ ചോദിക്കണം, are we able to reveal the divine? ദൈവത്വത്തെ ഈ ലോകത്തിനോട് വെളിപ്പെട്ട സത്യങ്ങൾ വെളിപ്പെടുത്തുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? അകന്നിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് സാധിക്കത്തില്ല. ഈ 3 ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുമ്പോൾ നമ്മുടെ അടുത്തു നിന്നും ആഗ്രഹിക്കുന്നത് അത് വെളിവാക്കുവാനുള്ള ഒരു വലിയ അനുഭവമാണ്. മുമ്പോട്ട് പോവുകയാണ്. രണ്ടാമത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത്, ആ മിഷൻ ഇസ് ടു ക്ലൈംബ് ദ മൗണ്ടൻ ഓഫ് ഫെയ്ത്ത് ആൻഡ് വർക്ക് ഇൻ ദ വാലീസ്. വിശ്വാസത്തിന്റെ മലകൾ കയറുകയും താഴ്വാരങ്ങളിൽ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നവരായി തീരണം. ഇവിടെ വാക്യം 33 വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്നതായ ഒരു വസ്തുതയാണ് പത്രോസ് പറയുന്നത് 3 കൂടാരങ്ങൾ ഇവിടെ അടിക്കാം. കാരണം മോശയെയും ഏലിയാവിനെയും യേശുക്രിസ്തുവിനെയും ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ, ദൈവത്വം വെളിപ്പെട്ടപ്പോൾ അവിടെ പറയുകയാണ് 3 കൂടാരങ്ങൾ അറിയാം. ഹീസ് പ്ലാനിങ് എ പിൽഗ്രിം സെന്റർ. നമുക്കൊരു പിൽഗ്രിം സെന്റർ ഇവിടെ ഉണ്ടാക്കാം. ബിക്കോസ് ദിസ് ഇസ് ദ ഹോളി ഓഫ് ഹോളി. ഇവിടെ അത്രയും ദൈവത്തിന്റെ മഹത്വം ഇവിടെ വെളിപ്പെടുന്ന ഒരു സ്ഥലത്ത് നമുക്ക് 3 പിൽഗ്രിം സെന്റേഴ്സ്. അവിടെ നിന്നും പക്ഷേ യേശുക്രിസ്തു ഈ വേദഭാഗം കഴിയുമ്പോൾ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. പലപ്പോഴും വി ക്ലൈംബ് ദ മൗണ്ടൻ ഓഫ് ഫെയ്ത്ത്, ബട്ട് വി ഡു നോട്ട് ലൈക്ക് ടു വർക്ക് ഇൻ ദ വാലീസ്. മറുരൂപം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സത്യം അതാണ്.
ദൈവത്തെ എത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നോ അത്രമാത്രം നമ്മളുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവരെ ശുശ്രൂഷിപ്പാനും അവരെ സ്നേഹിപ്പാനും നമ്മൾക്ക് എഴുതണം. ഇറ്റ് ഈസ് എ ഹിപ്പോക്രസി if you just keep saying about the devotion to God and ignoring your brothers and sisters. വലിയൊരു ഹിപ്പോക്രസിയാണ് നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള ഒരു അർപ്പണവും ദൈവത്തോടുള്ള ഒരു സ്നേഹമൊക്കെ നമ്മൾ എപ്പോഴും പറയുമെങ്കിലും നമ്മുടെ സഹോദരങ്ങളും സഹോദരിമാരോടും ഇടപെടുവാൻ നമ്മൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ മറുരൂപം എന്ന് പറയുന്ന അനുഭവം ഒട്ടും അർത്ഥവത്തല്ലാതെ ആയിത്തീരുകയാണ്. മിഷൻ ബിക്കംസ് ഇൻകംപ്ലീറ്റ് ആൻഡ് അതിനൊരു അർത്ഥമില്ലാതെയായി. അതുകൊണ്ട് തന്നെ ഉയർത്തപ്പെടൽ എന്നൊരു അനുഭവം ഈ ദിവസങ്ങളിലൊക്കെ ഓർഡിനേഷൻ സർവീസുകൾ നടക്കുകയാണല്ലോ. അതിനകത്ത് നിരന്തരമായി കേൾക്കുന്ന ഒരു പദമാണ് ഉയർത്തപ്പെടൽ. അതിനെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ അച്ഛന്മാരൊക്കെ പറയുകയാണ്, ഇത് ഉയർത്തപ്പെടലല്ല, ഒരിക്കലും നമ്മൾ പ്രവേശിക്കുകയാണ് ദൈവത്തിന്റെ ആ വില. ഉയർത്തപ്പെടൽ എന്നുള്ള വാക്കിന് ഞാൻ വേറൊരു അർത്ഥതലമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇറ്റ് ഈസ് ബീങ് അസെൻഡഡ് onto the cross of Christ. ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ ഓരോരുത്തരും, ദൈവത്തിന്റെ ദൗത്യം കൈക്കൊള്ളുന്ന നമ്മൾ ഓരോരുത്തരും, we are being ascended onto the cross of Christ. ക്രിസ്തുവിനോടൊപ്പം ആ മരക്കുരിശിൽ അവന്റെ വേദന സഹിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെയാണ് to climb the mountain of faith and to work in the valley എന്ന് പറയുന്നത്. Corrie ten Boom എന്ന് പറയുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് നെതർലൻഡ്സിൽ ജീവിച്ചതായ ഒരു ക്രിസ്ത്യാനി. നമ്മൾക്കറിയാം, യഹൂദന്മാരെ ഉന്മൂലനം ചെയ്യുന്ന നാസി റജീം, ഹിറ്റ്ലർ എന്ന് പറയുന്ന വലിയ ഒരു ഏകാധിപതിയുടെ കയ്യിൽ നിന്നും അനേകം യഹൂദന്മാരെ തൻ്റെ വീട്ടിൽ പാർപ്പിച്ചതിന് ഹിറ്റ്ലർ കോറി ടെൻ ബൂമിനെയും തൻ്റെ സഹോദരിയെയും ഒക്കെ പിടിച്ച് നാസി ക്യാമ്പിൽ കൊണ്ട് അവിടെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്തതായ അനുഭവം. കോറി ടെൻ ബൂം വളരെ വലിയൊരു വിശ്വാസിയായിരുന്നു. എന്നാൽ താഴ്വാരങ്ങളിൽ ശുശ്രൂഷ ചെയ്യുവാൻ മനസ്സ് കാട്ടിയ ഒരു വ്യക്തിത്വമാണ്. In all of us seated here, ഇവിടെ ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, are you ready to serve God? നിങ്ങൾ ഇന്ന് വിശുദ്ധ കുർബാന കൈക്കൊള്ളുമ്പോൾ you're becoming agents of transfiguration. ഡെസ്മണ്ട് ടുട്ടു എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ് പറയുകയാണ്, we are called to be co-workers and agents of transfiguration. ഇൻജസ്റ്റിസിനെ ജസ്റ്റിസിലോട്ട് ട്രാൻസ്ഫിഗർ ചെയ്യുന്ന, ഹേറ്റ്രഡിനെ ലവിലോട്ട് ട്രാൻസ്ഫിഗർ ചെയ്യുന്ന വ്യക്തിത്വങ്ങളായി നമുക്ക് മാറുവാൻ സാധിക്കുമോ? മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ആ മിഷൻ is to fulfill the purpose of glory. മഹത്വത്തിന്റെ ഉദ്ദേശം നിറവേറ്റുക. മഹത്വത്തിന്റെ ഉദ്ദേശം നിറവേറ്റുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. We are in the process of glorification. മഹത്വത്തിന്റെ ഒരു അനുഭവത്തിലാണ് നമ്മൾ ഓരോരുത്തരും. മഹത്വീകരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ ദൈവത്തെ മഹത്വീകരിക്കുകയാണ്. ഞാൻ ചെയ്യുന്നതിലൂടെ എല്ലാം ദൈവത്തെ മഹത്വീകരിക്കുകയാണ്. ഇവിടെ ഈ മറുരൂപ അനുഭവത്തിൽ ഇറ്റ് ഈസ് ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ഗോഡ് ദാറ്റ് ഈസ് ബീയിങ് റിവീൽഡ്. നമ്മളിൽ ഉണ്ടാകുന്ന ഗ്ലോറിയെ കുറിച്ചാണ് പറയുന്നത്. ഹൗ ക്യാൻ വി ഗ്ലോറിഫൈ ഗോഡ്? വി ഗ്ലോറിഫൈ ഗോഡ് ബൈ ലിവിങ്. ജീവിക്കുന്നതിലൂടെ മഹത്വീകരിക്കുന്നു. വി ഗ്ലോറിഫൈ ഗോഡ് ബൈ ലീവിങ്. ത്യജിക്കുന്നതിലൂടെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുകയാണ്. വി ഗ്ലോറിഫൈ ഗോഡ് ബൈ ലവിങ്. നമ്മൾ സ്നേഹിക്കുന്നതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുകയാണ്. കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങൾ പുതിയ മേച്ചൽ സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കും. പഠനത്തിനായി പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമായിരിക്കാം. അവിടെയൊക്കെ നിങ്ങൾക്ക് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും യേശുക്രിസ്തുവിന് വേണ്ടി അനേകരെ സ്നേഹിപ്പാനും സേവിപ്പാനും നമ്മളെ കൊണ്ട് കഴിയുമോ എന്നുള്ളതാണ് ഇസ് മൈ ബിഗ് ക്വസ്റ്റ്യൻ ടു ഓൾ ഓഫ് യു ദിസ് മോർണിംഗ്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ദിസ് എ പർപ്പസ് ഇൻ യുവർ ലൈഫ്. അതാ ഞാൻ പറഞ്ഞു, ആദ്യ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ യു ആർ ഓൺ എ ക്വസ്റ്റ്, ഓൺ എ ജേർണി ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്. സോ ഈ പർപ്പസ് ഓഫ് ഗ്ലോറി അത് റിവീൽ ചെയ്യുവാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞത്, ലിസൺ ടു ജീസസ് ആൻഡ് ഫോളോ ഹിം. ദാറ്റ് ഇസ് ദ മെസ്സേജ് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. മറുരൂപത്തിന്റെ വലിയ സന്ദേശം ഇത്രയും ഉള്ളൂ. യേശുവിന്റെ ശബ്ദം കേൾക്കുക. നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ നിങ്ങളുടെ അമ്മയുടെ മാറത്ത് കിടന്ന് ഉറങ്ങുമ്പോൾ നിങ്ങൾ ശബ്ദം ഉണ്ടാക്കി കരയുമ്പോൾ നിങ്ങളുടെ അമ്മ നിങ്ങളെ ചേർത്ത് പിടിച്ചത്, യു ലിസൺ ടു ദ ഹാർട്ട് ബീറ്റ് ഓഫ് യുവർ മദർ ആൻഡ് യു സ്ലീപ്. ദ സെയിം വേ യു ലിസൺ ടു ദ ഹാർട്ട് ബീറ്റ് ഓഫ് ഗോഡ് by glorifying
by fulfilling your purpose. ഞാൻ എൻ്റെ വാക്കുകളോട് ചുരുക്കുകയാണ്. ക്രിക്കറ്റർ VVS ലക്ഷ്മൺ, അദ്ദേഹത്തിൻ്റെ കുറച്ച് നാൾ മുമ്പേ ഉള്ള ഒരു സ്റ്റോറി അദ്ദേഹം ഷെയർ ചെയ്തത് ഒരു റെയിൽവേ സ്റ്റേഷനിലുണ്ടായ ഒരു അപകടത്തെയാണ് അദ്ദേഹം ഷെയർ ചെയ്തത്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ അനുഭവം. കണ്ണു കാണാൻ വയ്യാത്ത ഒരു അമ്മയും ഒരു കുഞ്ഞും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ നടക്കുമ്പോൾ അമ്മ റെയിൽവേ ട്രാക്കിന്റെ അടുത്തൂടെ നടന്നു പോകുന്നതിന്റെ ഫലമായി ആ കുഞ്ഞ് ട്രാക്കിലേക്ക് വീഴുകയാണ്. അപ്പോൾ ഒരു ട്രെയിൻ ദൂരത്തു നിന്നും വരുന്നുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഒരു റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ഒരു ലൈൻസ്മാൻ, അവന്റെ പേര് മജൂർ ഷെൽക്കെ എന്നാണ്. മജൂർ ഷെൽക്കെ എല്ലാം മറന്ന് അവൻ ഓടുകയാണ്. ഓടി ഓടി വന്ന് ഈ കുഞ്ഞിനെ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്, ആ വീഡിയോ ഇന്ന് അവൈലബിൾ ആണ്, വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് ദ സെക്കൻഡ് അത് എടുത്ത് ആ കുഞ്ഞിനെ എടുത്ത് ഇടുകയും അവനും ചാടുകയാണ്. ഹി ഈസ് ഗ്ലോറിഫൈങ് ദ ലൈഫ് ദാറ്റ് ഈസ് ഗിവൻ ടു ഹിം. ഇന്ന് നമ്മൾ എത്ര കോസി ആയിട്ടാണ് നമ്മളുടെ ഇടങ്ങളിൽ ഇരിക്കുന്നത്. Are we able to glorify God? ഇന്ന് മിഷൻ സൺഡേ ആയി മാർത്തോമാ സഭ ധ്യാനിക്കുമ്പോൾ, ആചരിക്കുമ്പോൾ, മറുരൂപ പെരുന്നാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ, let us ask that serious question. ദൈവമേ, എൻ്റെ ജീവിതം കൊണ്ട് നിനക്ക് എന്താണ് ഉദ്ദേശം? What is your purpose? 3 കാര്യങ്ങളാണ് മറുരൂപവുമായി ബന്ധപ്പെട്ട് ഈ ദൗത്യ ഞായറുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിച്ചത്. ഒന്ന്, ആ മിഷൻ ഇസ് ടു റിവീൽ ദ ഡിവൈൻ. നമുക്ക് വെളിപ്പെട്ട സത്യങ്ങൾ ഈ ലോകത്തോട് വെളിപ്പെടുത്തുവാൻ ആണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. 2, വിശ്വാസത്തിന്റെ മലകൾ കയറുവാനും താഴ്വാരങ്ങളിൽ ശുശ്രൂഷ ചെയ്യുവാനും. ടു ക്ലൈംബ് ദ മൗണ്ടൻ ഓഫ് ഫെയ്ത്ത്, ഡോണ്ട് സ്റ്റോപ്പ് ദേർ, ബട്ട് ടു വർക്ക് ഇൻ ദ വാലീസ്. കഷ്ടതകളിലാണെങ്കിലും ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ. 3, ജീവിതത്തിൽ ഒരു ദൗത്യം, ഒരു ഉദ്ദേശമുണ്ട്. മഹത്വത്തിന്റെ ഉദ്ദേശം നിറവേറ്റുക. നമ്മൾ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ധ്യാനിക്കാം. ദൈവമേ, എന്താകുന്നു നീ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം? നിന്റെ പുത്രനിൽ ആശ്രയിക്കുന്ന ഞങ്ങൾ അവന്റെ ജഡാവതാരം തുടങ്ങി മറുരൂപാനുഭവം, ക്രൂശാരോഹണം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന വീണ്ടും വരവിന്റെ അനുഭവത്തിൽ ആശ്രയിക്കുമ്പോൾ ആ സത്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ ദൗത്യങ്ങളെ ഏറ്റെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.